يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد يا كريم. اللهم اوصل وبلغ مثل ثواب ما قرأناه من القران العظيم. هذه أدية واصلة ورحمة نافلة وبركة شاملة مقبولة مرضية منا إلى حضرة نبينا وحبيبنا محمد المصطفى صلى الله عليه وسلم. اللهم إلى حضرة سائر الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم اغفر لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك. اللهم أفض علينا من فيوضاتهم وأسرارهم وأنوارهم وقلوبهم وبركاتهم في الدارين. اللهم أمدنا بمددهم واحمنا بحمايتهم وانصرنا بنصرتهم يا خير الناصرين. اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين يسر يسيرنا وسدد أمورنا واشف أمراضنا وقض حوائجنا يا قاضي الحاجات. اللهم بارك لنا في جميع أمورنا لا سيما في هذه الحفلة المباركة الميمونة. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وأصحابه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا جل جلال الله جميل المقام الله جنة الجمعة جهنم آغدين جل جلال الله جميل المقام الله جنة الجمعة جهنم آغدين مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم പാപികളും പൈതങ്ങളിൽ വന്നേക്കും പിഴവുകളിൽ പുറത്ത് കനിവേകണേ പുണ്യം നീ നൽകിടണേ പാപികളാം പൈതങ്ങളിൽ വന്നേക്കും പിഴവുകളിൽ പുറത്ത് കനിവേകണേ പുണ്യം നീ നൽകിടണേ ജല്ല ജലാലം അല്ലാഹ് ജമീൽ മഖാം അല്ലാഹ് ജന്നത്തിൽ ജംഅ കേണി ജഹന്നം ആഗത്തിലേ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം പാരാകെ കീർത്തിപ്പും മുത്ത് നബി നൂറുല്ലാഹി ശഫാഅത്ത് നൽകിടണേ പാരാകെ ദീപം മഹിമയിലെങ്കിൽ മുത്ത്
مولاي صل وسلم دائما أبدا على نبيك خير كل മാതാപിത ഗുരുവര്യനും പാപികളും ഞങ്ങളിലും റഹ്മത്തും ബറകത്തും നീ എന്നും ചോരിഞ്ഞിടണേ മാതാപിത ഗുരുവര്യനും പാപികളും ഞങ്ങളിലും റഹ്മത്തും ബറകത്തും നീ എന്നും ചോരിഞ്ഞിടണേ ജല്ല ജലാലാം അല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ് ജന്നത്തിൽ ജംആക്കണേ ജഹന്നം അകറ്റിടണേ ജല്ല ജലാലാം അല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ് ജന്നത്തിൽ ജംആക്കണേ ജഹന്നം അകറ്റിടണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم
Ya Habib
حبيب الله رسول الله إمام المرسلين حبيب الله رسول الله إمام المرسلين مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك കൽബിലണഞ്ഞൂടെ ഹബീബേ കനവിൽ വന്നൂടെ കരൾ പറിച്ചു തരാം നസീബെ സ്വീകരിച്ചൂടെ
ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ഇസ്ലാമിക കാര്യങ്ങളിലും പിന്നെ ഈ വരുന്ന ഈ മൊബൈല് അങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയയും തമ്മിലുള്ള കണക്ഷൻ അറിയാനാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ ഫേസ്ബുക്ക് ഐഡിയോ വാട്സപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇസ്ലാമിക കാര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്താനാണ് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളായി തന്നിട്ടുള്ളത്. നമ്മൾ അത് വേറെ വഴിയിലാണ് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കെല്ലാവർക്കും ഒരു ആൻസൈറ്റിയാണ്. അത് എന്താകും, അതിലിപ്പോ നിസ്കരിക്കുകയാണെങ്കിലും ചാറ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഭയങ്കര ചിന്തയാണ്. ഇതൊക്കെ ഒരു നല്ല മുസ്ലിമിന് ചേർന്നതല്ല. ഒരാൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അയാളുടെ നന്മകളുടെ തൂക്കം കൂടുതൽ വേണം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ കാലം ഇങ്ങനെ പോയാൽ എങ്ങനെ എല്ലാവരും സ്വർഗത്തിൽ കിടക്കും? ഇവിടെ എല്ലാവരും അതിനെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കണക്ഷൻ, അതിലെല്ലാവരും വലിയ അഡിക്റ്റാണ്. ഇത് നമ്മൾ മുസ്ലിമുകളെ വല്ലാതെ ബാധിക്കും. പലവരും പലതും ചെയ്യും. ഇപ്പൊ നമുക്ക് കാണാം, പല ചെക്കന്മാരും ഒരു ഒട്ടകങ്ങളെ പോലെ നടുക്കിൽ മാത്രം കുറച്ച് പൂ വെച്ചിട്ട് നടക്കുന്നത്. അതും ഈ വേറെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് നമുക്ക് ഫോളോ ചെയ്യാനും നമുക്ക് അനുകരിക്കാനും ഒരാളെ അല്ലാഹു പറഞ്ഞു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അനുസരിക്കുന്നതാണ്. അല്ലാതെ വല്ല സിനിമാ നടന്മാരോ അല്ലെങ്കിൽ മറ്റാളുകളോ പറഞ്ഞതല്ല. ഈ ഇന്റർനെറ്റും ഇതൊക്കെ ഈ ഇന്റർനെറ്റ് കൊണ്ട് പല ചീത്ത സ്വഭാവങ്ങളും കുട്ടികളിൽ വന്നു ചേർന്നിട്ടുണ്ട്. ഉമ്മാനെ അനുസരിക്കൂല, ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനിത് കണ്ടിട്ട് പോവാം, അങ്ങനെ ഒരു ചീത്ത സ്വഭാവങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും പല രീതിയിൽ പലവരും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനൊരു നല്ല രീതി കൊടുക്കുന്നില്ല. പക്ഷെ ചില ആൾക്കാരാണെങ്കിലോ അത് നല്ലതിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമ്മൾ ഈ തന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ ആപത്തുകളെ കുറിച്ച് ഓർക്കുന്നില്ല. ഈ തന്ന സ്വാതന്ത്ര്യം നമ്മുടെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കണം. നമ്മൾ ആരാണെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് അപ്പൊ നീ ഇങ്ങനാവും പറയുന്നത് നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആവശ്യത്തിന് മാത്രം നടക്കുക. നമ്മൾ ആരാ നമ്മൾ നോക്കിയാൽ മതി. വേറെ കമന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ചെയ്യുക, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിർത്തണം. ഇപ്പൊ സമയം അധികം എനിക്കില്ലാത്തതുകൊണ്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒന്ന് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും. കാണാൻ കൽവിന് മോഹം
Therefore, we should give respect and we should love our elders, especially the
मुझे दुश्मन के बच्चों को पढ़ाना है, मुझे दुश्मन के बच्चों को पढ़ाना है, मुझे माउस से बदला लेने जाना है, मुझे दुश्मन के बच्चों को पढ़ाना है, मुझे दुश्मन के बच्चों को पढ़ाना है। أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من قال لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير 10 مرات حين يصبح كتب له بها ماء الحسنة ومحي عنه بها ماء السيئة. Abu Hurairah radiallahu anhu reported God's messenger, peace be upon him, has said, he who says La ilaha illallah wahdahu la sharika lahu wa huwa lahu al-mulk wa lahu al-hamdu wa huwa ala kulli shay'in qadir 10 times in the morning will be given 100 rewards and Allah will forgive 100 of his sins. صدق رسول الله صلى الله عليه وسلم. عن ابن عباس رضي الله عنه قال قال رسول الله صلى الله عليه وسلم السلام عليكم خير الورى نور الله قمر الهدى حبيب الله نور النبي صلى الله دين الإله صلى الله خير الورى
അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, നമ്മളിവിടെ ഒരുമിച്ചുകൂടി ഇസ്ലാമികപരമായ രൂപത്തിലുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വിരുന്നൊരുക്കിയതിന്, ഈ ഒരു വിരുന്നിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകിയതിന് ആദ്യമായി നമുക്ക് നാഥനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ മതമായ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ലോകത്ത് സമ്മാനിക്കുന്നതിന് വേണ്ടി, ലോകകരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ലക്ഷക്കണക്കിന് താരകതുല്യരായ പ്രവാചക ശിരോമണികൾ ഈ ഭൂമിദാനത്തിൽ നിയുക്തരായിട്ടുണ്ട്. അവരിൽ ഏറ്റവും അവസാനത്തെ കണ്ണിയും നമ്മുടെ നേതാവുമാണല്ലോ ലോകത്തിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, ലോകത്തിന്റെ മാതൃകാ പുരുഷൻ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുക, മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുക. ആ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രങ്ങളിലൂടെ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നിർമ്മല സ്വഭാവത്തിന്റെയും ഉത്തമ സ്വഭാവത്തിന്റെയും ഗുണത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എഴുതിയെടുക്കാനും പകർത്തിയെടുക്കാനും ഒട്ടേറെയുണ്ട്. ആ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ നാം പകർത്തുമ്പോഴാണ് നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുക. തന്നെയുമല്ല, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമുക്ക് ഓരോരുത്തരോടും ഓരോ റെസ്പെക്ട്
പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നാം എല്ലാം അത് മദ്രസയിൽ നിന്ന് പാഠവത്തമാക്കുന്നവരും പഠിക്കുന്നവരുമാണ്. നമ്മളത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതുപോലെ പ്രാക്ടിക്കലാക്കുകയും ചെയ്യണം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാം ഓരോരുത്തരും ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ ഭാഗ്യവാന്മാരാണ്. നമ്മുടെ മാതാപിതാക്കൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പാകിസ്ഥാനിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും, ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളിൽ നിന്നും ജീവിത പ്രയാണങ്ങൾക്ക് ഒരു ഹലാലായ രൂപത്തിലുള്ള ലക്ഷ്യമാർഗം വെച്ചുകൊണ്ട് ഈ വിദേശ മണ്ണിൽ കാലുകുത്തിയവരാണ്. നമ്മുടെ കാലുകുത്തി എന്ന് മാത്രമല്ല, മക്കളായ നമ്മെ ഇങ്ങോട്ട് കൊണ്ടുവരികയും സുന്ദരമായ രൂപത്തിൽ ദീനീ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും നൽകി നമ്മെ പഠിപ്പിക്കുന്നവരാണ്. അതിൽ നാം ഏറ്റവും കൂടുതൽ കടമപ്പെട്ടവർ താങ്ക്സ് പറയാൻ നമ്മുടെ മാതാപിതാക്കളോട് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം പിച്ച വെച്ചത് മുതൽ എന്ന് വെച്ചാൽ നാം ചെറുപ്പം മുതൽ മാതാപിതാക്കളുടെ മടിത്തട്ടിൽ കിടന്നാണ് ആദ്യമായി ഉമ്മ എന്നും അല്ലാഹ് എന്നും അല്ലാഹുവിന്റെ റസൂലേ എന്നും ഒക്കെ വിളിക്കാനും നന്മകൾ നമുക്ക് കാണിച്ചു തരുമ്പോൾ ഇങ്ങനെ ചെയ്യോ മോനെ, ഇങ്ങനെ ചെയ്യോ മോളെ എന്ന് പഠിപ്പിച്ചിട്ടുള്ളതും, ചീത്തയുടെ കാര്യങ്ങൾ കാണുമ്പോൾ, തിന്മകൾ കാണുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അതെല്ലാം ചെയ്യൽ തെറ്റാണ് എന്ന് നമുക്കും ആദ്യം പഠിപ്പിച്ചു തന്ന നമ്മുടെ ആദ്യത്തെ മദ്രസയും നമ്മുടെ ആദ്യത്തെ സ്കൂളും ഉമ്മാന്റെയും ഉപ്പാന്റെയും മടിത്തട്ടുകളാണ്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഉസ്താദ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം ഉമ്മയാണ്, നമ്മുടെ സ്വന്തം ഉപ്പയാണ്. നാം ഓരോരുത്തരും നമ്മുടെ ഗുരുവര്യന്മാരെ, ഉസ്താദുമാരെ, ടീച്ചേഴ്സുമാരെ റെസ്പെക്ട് കൊടുക്കുന്നവരാണ്, ബഹുമാനിക്കുന്നവരാണ്. എന്നാൽ ആ ഉസ്താദിനെ നാം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ 10 മടങ്ങ് നമ്മുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ അപശബ്ദങ്ങൾ ഉയർത്തി തർക്കുത്തരങ്ങൾ പറഞ്ഞ് കയർത്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു പദ്ധതി, ഒരു ജീവിത രീതി നമ്മിൽ നിന്ന് കണ്ടുകൂടാ. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാക്കളുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാനുള്ള കാരണം തന്നെ മാതാവിന് നാം എത്രത്തോളം റെസ്പെക്ട് കൊടുക്കേണ്ടതുണ്ടോ അത്രത്തോളം റെസ്പെക്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മുടെ നന്മക്ക് വേണ്ടിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്നത് വെറും ഒരു ഖുർആൻ പഠിച്ചുകൊണ്ട് എന്റെ കുട്ടി ഒരു സർട്ടിഫിക്കറ്റ് നേടി ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മറിച്ചോ നമ്മെ വളർത്തി വലുതാക്കുന്നത് അവർ സുന്ദരമായ ജീവിതം കാഴ്ചവെച്ച് എന്റെ മോളും ആത്മാർത്ഥമായ നിലയ്ക്ക് എന്നെ നോക്കുകയും ആത്മാർത്ഥമായ നിലയ്ക്ക് എനിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാരുണ്യത്തിന്റെ മക്കളാവണം, സ്നേഹത്തിന്റെ മക്കളാവണം എന്ന് കരുതിയാണ്. ഇതിന്റെ സായാഗതി അറിയാലോ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അവരെ ഇഷ്ടപ്പെട്ട് വളരെ പഠിപ്പിച്ച് വലുതാക്കിയ മക്കൾ മാതാപിതാക്കളെ തല്ലുന്ന മക്കളായി, മാതാപിതാക്കളെ തല്ലുന്ന കുട്ടികളായി മാറുന്നു, മാതാപിതാക്കളെ ചീത്ത പറയുന്ന മക്കളായി മാറുന്നു, മാതാപിതാക്കളെ മുറിയിൽ അടച്ചിട്ട് മാസങ്ങളോളം അവരുടെ പേരിൽ എത്രത്തോളം നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം സാമ്പത്തിക ലാഭം സ്വന്തം ഉമ്മയെയും സ്വന്തം ഉപ്പയെയും കെട്ടിയിട്ടുകൊണ്ടും റൂമിൽ പൂട്ടിയിട്ടുകൊണ്ടും വാങ്ങുന്ന വാർത്താ മാധ്യമങ്ങൾ നാം ഓരോരുത്തരും ഇന്റർനെറ്റിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമുക്ക് അറിയാൻ സാധിക്കും. പ്രിയപ്പെട്ട കുട്ടികളെ, നാം പറയാനുള്ളത് നമ്മുടെ ഉമ്മയെന്നും ഉമ്മയോളം വരില്ല. നമുക്കൊരു ഉമ്മ നമ്മുടെ ഉമ്മ തരുമ്പോൾ ആ ഉമ്മയോളം വരില്ല നമുക്ക് വേറെ ഒന്നും. അതുപോലെ ഇവിടെ ഒരു തലോട്ടൽ മതി നമ്മെ സ്നേഹിക്കാനും ആദരിക്കാനും. അതുകൊണ്ട് എത്രത്തോളം റെസ്പെക്ട് കൊടുക്കാൻ പറ്റുമോ അത്ര റെസ്പെക്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് കൊടുക്കണം. ഇനി രക്ഷിതാക്കളോടൊന്ന് പറയാനുള്ളത്, എന്റെ വോയിസ് ശ്രമിക്കുന്ന പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടുകളും നാം നമ്മുടെ പരിസരവും നാം പെരുമാറുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ അതെല്ലാം ഇസ്ലാമികമായി മാറാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ ഒരിക്കലും നാം പാഴാക്കി കളയരുത്. പ്രത്യേകിച്ച് ഇശാമാരിന്റെ ഇടയിൽ പരിശുദ്ധ ഇസ്ലാമിനെ തകർക്കുവാൻ വേണ്ടി സീരിയൽ പോലുള്ള നമ്മെ കരയിപ്പിക്കുന്ന അമ്മായിമ പോലെ എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു
ഒരു കുട്ടിയെ എങ്ങനെ തല്ലണമെന്ന് പഠിപ്പിക്കുന്ന, ഒരു വിവാഹമോചനം എങ്ങനെ നടത്തണമെന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഭർത്താവിനോട് എങ്ങനെ കയർക്കണമെന്ന് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ എങ്ങനെ ചാടിച്ചു കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കുന്ന സീരിയലുകൾ കാണിച്ചുകൊണ്ട് നമ്മുടെ ഖുർആനെ തടസ്സപ്പെടുത്തുന്നു. നമ്മുടെ കണ്ണീരുകൾ വെറുതെ നമ്മൾ പടച്ചറപ്പിനെ ഓർത്തുപോലെ കരയുന്ന കണ്ണീരുകൾ നമ്മൾ സീരിയലുകളുടെയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളുടെയും ചെയ്യുമ്പോൾ എത്രത്തോളം അവഹേളനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി മാറിയിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ ഇങ്ങനെ ബേജാറാവേണ്ട കാര്യമില്ല. നമ്മുടെ മക്കൾ വിജയിച്ചത് തന്നെ. നമ്മുടെ കാര്യങ്ങൾ മോശപ്പെട്ടതാണോ, നാം അവരോട് പറയുന്ന കാര്യങ്ങൾ അവർക്ക് അക്ഷരം പ്രതി അവർ അനുസരിക്കണമെങ്കിൽ നമ്മളും അതുപോലെ ആയി മാറേണ്ടതുണ്ട്. നാം ഖുർആൻ കയ്യിൽ എടുത്തുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടായിരിക്കണം കുട്ടികളോട് പഠിച്ചോതാൻ പറയേണ്ടത്. ഇങ്ങനൊരു ശീലം നാം വളർത്തിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മളെ തല്ലുകയില്ല. വലുതാകുമ്പോൾ നമ്മുടെ മക്കൾ ഒരിക്കലും നമ്മെ തള്ളി പറയുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാം എല്ലാവരും ഭാഗ്യവാന്മാരാണ്. കാരണം നമ്മുടെ മക്കളെ നമ്മൾ രണ്ട് നിലക്കും, ഭൗതികമായ നിലക്കും അഭൗതികമായ രൂപത്തിലുള്ള ഇസ്ലാമികപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നാം വളർത്തുന്നവരാണ്. അതുകൊണ്ട് ഇങ്ങനെ മരണം വരെ നമുക്ക് ഇങ്ങനെ പോകണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നാം എപ്പോഴും അല്ലാഹുവിനെ ദുആ ചെയ്തുകൊണ്ട് എന്റെ മക്കളെ, എന്റെ മോളെ അല്ലെങ്കിൽ എന്റെ മോനെ ഒരു സ്വാലിഹായ അല്ലെങ്കിൽ സ്വാലിഹത്തായ മക്കളെ ആക്കണമേ എന്ന് അക്ഷരം പ്രതി 5 വക്തിലും പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. أجمل خير الفريقين ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നേക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ത്വാറയ ഫിമാമിൻ നബിയുന കുൻസുൽ വലീദൈനി അബ്യലാ ഹിബ്ബൻ സഖലൈനി ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നേക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ത്വാറയ ഫിമാമിൻ നബിയുന കുൻസുൽ വലീദൈനി അബ്യലാ മൗലാ സ്വാലിഹീന ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നേക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് صلي وسلم عليه يا ربنا أزكى صلاتي يا أدوما نعمه يا الله ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നേക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് وشوقا يا رحمة العالمين جئناك صلى الله عليك دائما صلى الله ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നേക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് نرجو السعادة مهوى الشهوات يا خير رسول الله عليك دائما صلى الله ആരംഭപ്പൂവായ മുത്തനബിയുടെ ഹദ്റത്തിൽ ചെന്നേക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് يا ربي سلمنا بحق سيدنا طه رسول الله
നമുക്ക് ഇതുപോലെ സ്ഥലങ്ങൾ തന്ന ഒരു പഞ്ചാബിയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്, അതുപോലെ നമ്മുടെ വീഡിയോ സ്റ്റുഡിയോ ബാദുഷ, ഇവരൊക്കെ നമ്മുടെ പരിപാടിയെ ഒരു വീഡിയോ എടുക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മൈക്രോഫോൺ ശരിയാക്കി തരാൻ വേണ്ടിയോ മാത്രം വന്നവരല്ല. നമ്മുടെ പരിപാടി എത്രത്തോളം വിജയിപ്പിക്കാൻ വേണ്ടി എത്രത്തോളം നമ്മെയും എന്നെയും നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ട്. അവർ നമ്മുടെ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരാണ്. അല്ലാഹു അവരുടെ കുടുംബത്തിനും നമുക്കും അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. അതുപോലെ ഇവിടെ പാടികളാരും മോശക്കാരല്ല, ഇവിടെ പ്രസംഗിച്ചവരാരും പോരായ്മയുള്ളവരല്ല. എല്ലാവരും ധാർമ്മിക വാഗ്ദാനങ്ങളാണ്. അല്ലാഹു എല്ലാവർക്കും നല്ല റഹ്മത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും ജോലികളിൽ അല്ലാഹു റഹ്മത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ കൊണ്ടും ആക്സിഡന്റ്, അറ്റാക്ക്, ആത്മഹത്യ, സീരിയസ് ഡേഞ്ചറായ മരണങ്ങൾ ഇന്ന് അനുദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മരണത്തെല്ലാം അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉപ്പമാരുടെ പാവങ്ങളാണ്, ഉറക്കമൊഴിച്ചുകൊണ്ടും സമയമില്ലാതെ ജോലികളിൽ കഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ജോലികളിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുമാറാവട്ടെ. നമ്മുടെ ഉപ്പമാരിൽ ഒരുപാട് ആളുകൾ കച്ചവടക്കാരുണ്ട്. അവർ നമ്മുടെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്, നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നവരാണ്. ആ മാതാപിതാക്കളുടെ ജോലികളിലും ബിസിനസ്സിലും അല്ലാഹു റഹ്മത്ത് നൽകുമാറാവട്ടെ. اللهم